വചനങ്ങളെ നമ്മൾ കേട്ട് ഗ്രഹിച്ചു കഴിഞ്ഞവരൊക്കെയാണ്. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വീണ്ടും ഒരു പുതിയ അറിവിലേക്ക് നമുക്ക് കടക്കുവാൻ പറ്റും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് ദൈവം എന്നെ സഹായിക്കട്ടെ. ഞാൻ ദൈവത്തിൽ പ്രാർത്ഥന താഴ്മയോട് ചോദിക്കുകയാണ്. നമ്മളെ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ തക്കണം. ഏത് പ്രകാരമാണ് ആര് സംസാരിക്കുന്നു എന്നുള്ള വിഷയമല്ല. രൂപർ പറയുന്ന പോലെ ഇവിടെ ആര് സംസാരിക്കുന്ന വിഷയമല്ല. ദൈവത്തിൻ്റെ മക്കളായി നമ്മളെ ഓരോരുത്തരും തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കറിയാവുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വചനങ്ങളെ അനുഗ്രഹമായി നമ്മൾ കേൾക്കുവാൻ തക്കണം, പാടുവാൻ തക്കണം. നമ്മളെ ഒരിക്കലും കൃപയ്ക്കായ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മുടെ ഈ ആലയത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒന്നും രണ്ടും വാക്യങ്ങളൊന്നും വായിക്കാം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്ന് എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു രൂപാന്തരത്തിലൊക്കെ കടക്കുവാൻ തക്കണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉറപ്പിക്കുവാൻ തക്കണം സാധിക്കുന്ന ഒരു വചനങ്ങളെയാണ്. വചനം ഇത് മാത്രമല്ല, ഏത് വചനം എടുത്താലും അങ്ങനെ തന്നെയാണ്. എന്നാൽ തന്നെ ഒന്നുകൂടെ നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ തക്കണം സഹായിക്കുന്ന ഒരു കാര്യങ്ങൾ കൂടിയാണ്. ഇതിനെ ആശ്രയിക്കുന്നതിൻ്റെ ഭക്തരെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഒരു വാഗ്ദത്തത്തെക്കുറിച്ചാണ്. മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥനയാണ്. നാലാമത്തെ കാര്യത്തിൽ ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഈ സംഘത്തിൽ കാണുവാൻ തക്കണം സാധിക്കുന്നത്. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുവാൻ തക്കണം. നമുക്ക് ഈ വചനങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ആമേൻ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ്, അതാണ് ഞാൻ ആദ്യം തുടക്കത്തിലൊന്ന് പാടിയത്. നമ്മൾ ഏത് പ്രകാരത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്, ഏത് പ്രകാരത്തിൽ ദൈവത്തെ ആശ്രയിക്കുമ്പോഴാണ് നമുക്കതിനുള്ള ഉത്തരം ലഭിക്കുന്നതിനെ കുറിച്ച് പാടുവാൻ തക്കണം സാധിക്കുന്നു. അപ്പോൾ യേശുവോട് ചേർന്നിരിക്കുന്നത് എനിക്ക് എത്ര ഒരു ഭാഗ്യം ജനിപ്പിക്കുന്നതാണ്. നമ്മൾ പാടുന്ന പോലെ യേശുവോട് ചേർന്നിരിക്കുന്ന എത്ര മോദം. അതാണ് ആ ഭാഗ്യം നമുക്ക് ലഭിച്ചോ എന്ന് നമ്മളെ തന്നെ ചിന്തിക്കുവാൻ തക്കണം. ഈ വെള്ളിയാഴ്ച പകൽക്കാലം നമ്മളെ ഓരോരുത്തരെയും ശ്രദ്ധപ്പെടുത്തട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താണ്, യഹോവയിൽ ആശ്രയിക്കുന്നതാണ് കുലുങ്ങാതിരിക്കുന്നത്. നമുക്കറിയാമല്ലോ യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ യഹോവയിൽ ആശ്രയിക്കുമ്പോഴാണ് കുലുക്കം വരാതെ നമുക്ക് പോകാൻ തക്കണം സാധിക്കുന്ന ഒരു അനുഭവം വരുന്ന ഈ സങ്കീർത്തനം പറയുന്നത്. ഈ സങ്കീർത്തനം ആരെഴുതിയെന്നതിനെ കുറിച്ച് നമുക്ക് കൊടുത്തിട്ടില്ല. ആരോഹണ ഗീതം എന്നാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഇത് നമുക്ക് എല്ലാവരും ചരിത്രകാരന്മാർ ഇതിനെ പറയുന്നത് ദാവീദ് തന്നെ എഴുതിയിട്ടുള്ളതാണെന്നതിനെ കുറിച്ചാണ് ഇതിനെ സംസാരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മൾ ആരോഹണ ഗീതവും പറയുമ്പോൾ നമുക്കറിയാൻ തക്കണം സാധിക്കുന്നത് നമുക്ക് ഓരോരുത്തരും ഏത് പ്രകാരത്തിലാണ്, ഏത് അടിസ്ഥാനത്തിലാണ് നമ്മൾ നിൽക്കേണ്ടതെന്ന് വചനം നമ്മൾ കേൾപ്പിച്ചത് ഓരോ ദിവസം കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ കുലുക്കം വരത്തില്ല എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കുലുങ്ങുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണെന്ന് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ യഹോവയിൽ ആശ്രയിക്കുന്നവരാണ് അവർ കുലുക്കം വരാതെ പോകുന്നത്. അവരെന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. അപ്പോൾ പാറമേൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നവരുടെ വീടങ്ങനെ ഇളകിപ്പോവാൻ തക്കണം സാധിക്കത്തില്ല. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും യഹോവയിൽ ആശ്രയിക്കുമ്പോൾ ഇളക്കം വരാതെ തന്നെ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ തക്കണം സാധിക്കുന്നു. ആരെയും നമ്മൾ പിൻപറ്റുന്നു, യഹോവയെ നമ്മൾ മുൻപറ്റി ജീവിക്കുന്നവരായി തീരുമ്പോഴാണ്. അപ്പോൾ ഇളകിപ്പോവുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ യഹോവ ഒരു പാറമേൽ വീട് പണിയുമ്പോൾ അടിസ്ഥാനം യേശു ക്രിസ്തു അവന് ഉപമ പറഞ്ഞു തരുമ്പോൾ അടിസ്ഥാനത്തിൽ നിഷ്ഠിരിക്കുന്ന ആ പാറ എന്തുകൊണ്ടാണ്, എന്തു വന്നാലും കുലുക്കം വരാതെ ഉറച്ചു നിൽക്കുന്ന ഒരു വസ്തു നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം നമുക്ക് ആക്കുമ്പോൾ നമുക്ക് ഇത്രയും നാളും നമ്മൾ ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുമ്പോഴും നമ്മളിത്ര ആശ്രയം വെക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെങ്ങനെയാണ് ആ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു അനുഭവം. നമുക്ക് എപ്പോഴും ഭദ്രത വേണം. ഭദ്രതയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഭദ്രത വേണമെങ്കിൽ എന്താണ്, എനിക്ക് വിളിക്കുന്ന സഹോദരന്മാരിൽ ആശ്രയിച്ചാൽ എനിക്ക് കിട്ടത്തില്ല.
നിങ്ങൾ എന്നിൽ ആശ്രയിച്ചാൽ എനിക്ക് തരാനും പറ്റത്തില്ല. നമ്മൾ ആശ്രയിക്കുന്നതാണ്. നമ്മളെ രക്ഷിച്ച് നമ്മളെ വീണ്ടെടുത്ത് നമ്മുടെ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ അതിന് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയുവാൻ തക്കണം. അതാണ് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടതെല്ലാം ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്തെല്ലാം നമുക്ക് വേണമെന്നുള്ളതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ഭദ്രതയോടെയാണ് ദൈവം നമ്മളെ ആക്കി തീർത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ തക്കണം സാധിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവം ഏതെല്ലാം മേഖലയിൽ നമ്മളെ വഴി നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്, ഏതെല്ലാം മേഖലയിൽ പ്രയാസഘട്ടങ്ങളിൽ പോയിട്ടുണ്ട്, എന്തെല്ലാം ഭാഗ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ അറിയിക്കാത്തതെല്ലാം നമ്മൾ സ്വീകരിച്ചതുണ്ട്. എന്നിട്ടും അപ്പോൾ നമ്മുടെ ആശ്രയം പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുവാൻ തക്കണം സാധിക്കും. പല അനർത്ഥങ്ങൾ എനിക്ക് വരുമ്പോൾ ആ അനർത്ഥത്തിൽ നമ്മൾക്ക് ദൈവം എന്നെ സഹായിക്കുമെന്നൊരു വിശ്വാസം നമ്മുടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ജീവിതത്തിൽ പൂർണ്ണമായ ആശ്രയം ദൈവത്തിൽ കൊടുക്കുവാൻ തക്കണം ഞാൻ സന്നിധനാകണം. അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയുന്നൊരു വെറുതെ ആയിപ്പോകും, ഇവിടുന്ന് സംസാരിക്കുന്നൊരു വെറുതെ ആയിപ്പോകും. അതുകൊണ്ട് എന്താണ്, നമ്മൾ ആശ്രയം പൂർണ്ണമായിട്ട് ദൈവസ്ഥലിൽ സമർപ്പിക്കുന്നവരായി അനുഭവമുള്ളവരായി തീരുവാൻ തക്കണം സാധിക്കുന്നു. അതാണ് എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. ആ സിയോൻ പർവ്വതത്തിന് ഇവിടെ ഓർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, എന്തെല്ലാം പ്രശ്നം വന്നാലും ആ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്ന ആ പർവ്വതത്തെ ഉൾപ്പെടുത്തുവാൻ തക്കണം സാധിക്കുന്നത് എന്താണ്, അതാണ് നമുക്ക് നമ്മൾ ഏത് പാറയായാലും പർവ്വതമായാലും അതെന്താണ് ഒരു മാറ്റമില്ലാതെ അവിടെ തന്നെ നിൽക്കുവാൻ തക്കണം സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ച് വന്ന് പോയാൽ ഒന്നിനും നമുക്ക് ഒരു തടസ്സവും വരത്തില്ല, ഒരു ഭയപ്പാടും നമുക്ക് ഉണ്ടാവാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചിന്തിക്കുവാൻ സാധിക്കുന്നത്, ആ വീടിനെ പോലെ നമുക്ക് നോക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ നമുക്ക് വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. 46-ാം വാക്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടൊന്ന് കാണുമ്പോൾ നോക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ചിന്തിക്കാൻ സാധിക്കും. ലൂക്കോസിന്റെ 6-ാം അധ്യായം 46. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവരെല്ലാം ഇതിനോട് തുല്യം എന്ന് ഞാൻ ആകാംക്ഷ. ആഴെക്കുറിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യം. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കുന്നുണ്ട്, അത് ഇടകിപ്പോവുകയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണുമേൽ വീട് പണിത മനുഷ്യനോട് തുല്യം. ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു, ആ വീടിന്റെ വീഴ്ച വലിയതായിരുന്നു. ആമേൻ ആമേൻ. ഇവിടെ കേട്ടതുപോലെ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുമ്പോഴൊക്കെയാണ് എന്താണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നവരുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഇതുപോലെ ധാന്യം നമ്മൾ ദൈവത്തെ ഏത് സമയം കർത്താവെ കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഒരു അനുഭവം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തെ തുറന്ന് ദൈവസ്ഥലിൽ വിളിച്ചപേക്ഷിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാണ് നമ്മൾ കാണുവാൻ തക്കണം. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നതെല്ലാം ഇന്നവനോട് തുല്യമാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കണം. കേട്ടാൽ പോലെ അതിൻ്റെ നമ്മൾ അനുസരിക്കുന്നവരായി തീരണം. അനുസരിക്കുമ്പോഴാണ് ഈ പാറമേൽ പണിത വീട് പോലെ നമുക്ക് തുല്യനായി തീരുവാൻ തക്കണം സാധിക്കുന്നത്. നമ്മൾ ഉറപ്പുള്ളവരായി തീരുവാൻ തക്കണം സാധിക്കുന്നത്. ഉറപ്പില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, താണു പോകുന്നൊരു അനുഭവം അല്ലെങ്കിൽ പിഴകൾ സംഭവിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, കാണുവാൻ തക്കണം സാധിക്കുന്നു. എന്താണ് നമുക്ക് അടിസ്ഥാനം വിട്ടിരിക്കുന്നത്, ആ ക്രിസ്തുവിൽ അടിസ്ഥാനം വിട്ടത് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു. അതിന്മേലാണ് ഈ മനുഷ്യനോട് തുല്യപ്പെട്ട് ജീവിക്കുവാൻ തക്കണം സാധിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ആ വചനം കേട്ട് ചെയ്യുന്നതെല്ലാം ഇന്നവനോട് തുല്യനാകുന്നു. ആഴി കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിയുന്ന മനുഷ്യനോട് തുല്യപ്പെട്ട് ജീവിക്കുന്നു. നമ്മൾ കേട്ടതുപോലെ കഴിഞ്ഞ ദിവസം നമുക്ക് കേട്ടത് എങ്ങനെയാണ്, ഒരു മനുഷ്യൻ തൻ്റെ മകനെ ഏത് പ്രകാരം വഹിക്കുന്നത് പോലെ നമ്മൾ ദാസനോട് കേട്ടു. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ഏത് പ്രകാരം വഹിക്കുന്നത് പോലെ നമ്മളെ ഓരോരുത്തരും ദൈവം വഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്രമോളം ഇത് നമ്മൾ സൂക്ഷിക്കുന്നവരായിത്തീരുന്നു, എത്രമോളം ഇത് കരുതുന്നവരാണ്. എൻ്റെ ദൈവം എന്നെ വഹിക്കുന്നുണ്ട്, ആ അടിസ്ഥാനത്തിൽ മേൽ ഞാൻ എന്നെ ക്രിസ്തുവിനെ മേൽ ഞാൻ എന്ത് ചെയ്തു, ആ ക്രിസ്തുവിൽ ഞാൻ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തക്കണം ഇടയാകുന്നു. മറ്റുള്ളതിനെ കുറിച്ച് ലോകമായ ലോകത്തിനെ കുറിച്ച് പലതും നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം, പലതും ഭാഗ്യമുള്ളതെന്ന് പലരും പറയുമായിരിക്കും. എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം ശാന്തി നൽകുന്ന എൻ്റെ ദൈവത്തിന് വേണ്ടി മറന്നു ജീവിക്കാനല്ല, ആ ദൈവത്തെ ഞാൻ എന്നും അടിസ്ഥാനപരമായി
വചനപരമായി അദ്ദേഹത്തിന് എന്ത് ചെയ്തു ആശ്രയിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഞാൻ സമർപ്പിക്കുന്നു പറയാൻ തക്കവണ്ണം സാധിക്കണം. അതാണ് ദാവീദിനെ പോലെ നമ്മൾ ചേർന്ന് ആരാധിക്കുന്നവരായി തീരുവാൻ തക്കണം. അപ്പോൾ അത് അനുസരിക്കാത്തവരുടെ വഴിയെ നമുക്ക് കാണുന്നു, ആ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ ഈ വചനം കേട്ട് അനുസരിക്കാത്തവരൊക്കെ എന്ത് ചെയ്യുന്നു, ആ മണലിനോട് തുല്യപ്പെട്ട് വീട് പണിയുന്നവനെ പോലെ ആയിത്തീരുന്നു. നമ്മൾ എത്ര വർഷങ്ങളായി വചനം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു, എത്ര പേര് കേൾക്കുന്നു, ഓരോരുത്തരും പറയുന്നു, എല്ലാവരും കേട്ട് ജീവിക്കുന്നു. നമ്മുടെ മാധ്യസ്ഥർ പറഞ്ഞ് എന്നാൽ നല്ല വചനത്തിൽ അത് അനുസരിച്ച് നല്ലൊരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളെ മനസ്സിലാക്കാൻ തക്ക സാധിക്കുന്നു. നമ്മൾ ഏത് പ്രകാരത്തിലാണ് പോകുന്നത്, ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായ അനുഭവം താലന്തുകളാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത് ദൈവം. അത് ഏത് പ്രകാരം കൊടുത്താലും അതെന്താണ്, ദൈവത്തിന്റെ വചനമാണ് അവരിൽ കൊടുക്കുന്നത്. ആ വചനമാണ് അത് കേൾക്കുമ്പോൾ നമ്മൾക്കത് രൂപാന്തരപ്പെടുവാൻ തക്കണം സാധിക്കുന്നത്. ആ രൂപാന്തരം പോകുമ്പോഴാണ് അവിടെ ഒരു പ്രത്യാശ ഉള്ളതാൻ തക്കണം സാധിക്കുന്നത്. അതാണ് നമ്മുടെ ക്രിസ്തു നമ്മുടെ മേൽ ഉണ്ടെന്ന് പറയുവാൻ തക്കണം. മറ്റു മുമ്പിൽ കേൾക്കുമ്പോൾ കാണുമ്പോഴും ഞാൻ എന്താണ് ക്രിസ്തുവിന്റെ ഒരു മകനാണെന്നും മകളായെന്ന് പറയുവാൻ തക്കണം. അവര് പറയണം എന്താണ്, അവന് പുതിയൊരു സൃഷ്ടിയായി തീർന്നുകൊണ്ട് എന്താ അവനെ നോക്കി പഠിക്കുകയും അവനെന്താണ് യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ കുലുങ്ങാവ് നിൽക്കുന്നു എന്ന് പറയുവാൻ തക്കണം സാധിക്കുന്നത്. ആമേൻ. അതേ പ്രകാരത്തിൽ ഞാൻ നിങ്ങളുമായി തീരുന്നകൾ കർത്താവേ, അതാണ് എൻ്റെ ദൈവം എന്താണ് എന്നെ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ മക്കൾ ഏത് പ്രകാരം ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതേ പ്രകാരം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏത് പ്രകാരത്തിലാണ് മുന്നോട്ട് പോകാൻ തക്കണം സാധിക്കുന്നത് ചിന്തിക്കുവാൻ തക്കണം. അതിന് 22-ാം സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ 4-5 വാക്യങ്ങളൊന്നും വായിക്കാം. Psalms 22 verse 4-5. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ആമേൻ. ഇവിടെ നമ്മളെ ആശ്രയിച്ചത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നേട്ടമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മൾ നോക്കിക്കോള്. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, നമ്മുടെ പിതാക്കന്മാർ ഏത് പ്രകാരമായിരുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു ഇതുകൊണ്ട് ലജ്ജിച്ചു പോയില്ല. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുന്ന ഒരു അനുഭവമാണ്, ദൈവത്തിൻ്റെ വചനമായിട്ട് നമുക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കുവാൻ തക്കണം സാധിക്കുന്ന ഒരു അനുഭവം. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ വരുമ്പോൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഓരോ സുവിശേഷന്മാർ വരും. ഈ വചനം എടുത്തോണ്ട് വരാൻ നാണക്കേടാ, ലജ്ജയാ. അവരെന്ത് ചെയ്യുന്നറിയാം, ഈ ഉടുപ്പിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് വരും. ഉടുപ്പിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ട് വീട്ടിനകത്ത് വരുമ്പോൾ ഉടുപ്പ് പൊക്കിയിട്ട് ഈ ബൈബിൾ എടുത്ത് പുറത്ത് വെക്കും. എന്തിനാ ലജ്ജിക്കേണ്ടത്? ദൈവത്തിന്റെ വചനം നമ്മൾ ഘോഷിക്കാൻ ഇറങ്ങിയെങ്കിലുണ്ടോ നമ്മൾ ആ വിശ്വസതയോടെ നമ്മൾ പ്രവർത്തിക്കുന്നവരായിത്തീരണം. ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചല്ല, നമ്മൾ നിന്നാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഇതാണ് അവർ ചെയ്യേണ്ടതാണ്. എനിക്ക് വേണ്ടി, എൻ്റെ വയറാണ് എൻ്റെ ദൈവം ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നു, ഒരു ഭയപ്പാട് അവർക്കുണ്ടാകുന്നത്, ലജ്ജിക്കുന്ന ഒരു അനുഭവം. ഇവിടെ സങ്കീർത്തനം പറയുന്നു എന്താണ്, എനിക്കിത് ലജ്ജിക്കാൻ ഇട വന്നിട്ടില്ല എന്ന്. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചത് കൊണ്ട് ലജ്ജിച്ചു പോയതുമില്ല. ലജ്ജിക്ക് പോകാൻ തക്കണം ഇട വന്നിട്ടില്ല. ഈ വചനം എടുത്ത് മുന്നോട്ട് പോയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല, തളർന്നു പോയിട്ടുമില്ല. അവരേത് പ്രകാരത്തിലുമാണ് കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരുന്നവരായി തീരുവാൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരുന്ന അനുഭവമുള്ളവരായി തീരുവാൻ തക്കണം സാധിക്കണമെങ്കിൽ ഞാനും നിങ്ങൾ ഏത് പ്രകാരത്തിലായിരിക്കണം, ഓരോ പിടിച്ച് മുന്നോട്ട് ജീവിക്കുന്ന അനുഭവമുള്ളവരായി തീരുവാൻ തക്കണം സാധിക്കണം. ഇത് ദൈവത്തെ അറിഞ്ഞുകൊണ്ട് നാളെ ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ദൈവം നമ്മളെ വീണ്ടും തിരിഞ്ഞു നോക്കുക ഇല്ല. അതാണ് വേറൊരു ഉദാഹരണം പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കുരങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ കുഞ്ഞ് ഏത് പ്രകാരമാണ്, ആ കുഞ്ഞ് അമ്മയെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നോണം. എന്നാലും ആ കുഞ്ഞ് എന്ത് ചെയ്യണം, ആ അമ്മ ഇവിടുന്ന് അപ്പുറത്ത് ചാടിയാൽ ഈ കുഞ്ഞ് അമ്മയെ പിടിച്ചിരുന്നോണം. അതോ ഈ കുഞ്ഞ് കൈവിട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അമ്മ തിരിഞ്ഞു നോക്കത്തില്ല. അതാണ് കുരങ്ങന്റെ ഒരു പ്രത്യേകത. എന്തുകൊണ്ടെന്നാ കുഞ്ഞിനെ വേണമെങ്കിൽ അമ്മയെ മുറുകെ പിടിച്ചോണോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നോക്കുമ്പോൾ എനിക്ക് യേശുവിനെ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുറുകെ പിടിക്കണം. അവിടെ ആശ്രയം ദൈവത്തിൽ കൊടുത്തിരിക്കുമ്പോഴാണ് അവിടെ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ പലതിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കാനല്ല സാധിക്കുന്നത്. ദൈവത്തെ മുന്നിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിലുള്ളത് മറന്ന് നമ്മൾ ജീവിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു, രക്ഷയുടെ മാർഗത്തിലേക്ക് പോകാൻ തക്കണം സാധിക്കുന്ന അനുഭവം നമുക്ക്
ഉണ്ടാകുവാൻ സാധിക്കുന്നു. അതേ പോകുമ്പോൾ ഇവിടെ നമുക്ക് സിയോൻ പർവ്വതം പോലെ ഏൽക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഏത് പ്രകാരം പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്ന അനുഭവം യഹോവ ഇന്നു മുതൽ എന്നേക്കും നമ്മുടെ ജനത്തെ എല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുക. എന്താണ്? നമ്മുടെ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണ്. അവിടെ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തു? യഹോവ നമ്മളെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. തക്ക ഉദാഹരണം നമ്മൾ പറയുമ്പോൾ എലീശ പ്രവാചകന്റെ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാൻ വ്യക്തമായിട്ട് അറിയിക്കാണ്. എലീശ പ്രവാചകന്റെ ബാലകൻ ഇവിടെ നമുക്ക് ആ വചനത്തിലേക്ക് പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. പ്രഭാവത്തിന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്താ അവിടെ കാണാൻ സാധിക്കുന്നത്? അവിടെ ചുറ്റും സൈന്യം നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് അതിശയിച്ച് പോകുവാൻ തക്ക ഇടയാക്കി. അവിടെ നമുക്ക് കാണുവാൻ കഴിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 15, 16, 17 വാക്യങ്ങൾ വായിച്ചാട്ട്. Second King chapter 6 verse 15 and 17. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അതിനെ അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ആമേൻ. അവിടെ എലീശ ഏത് പ്രകാരത്തിലാണ് കാണുവാൻ തക്കണോ സാധിച്ചത്? എലീശ അവന് തന്നെ സകലം അറിഞ്ഞുകൊണ്ടാ ബാല്യക്കാരന് ഒരു വിശ്വാസമായി തീരുവാൻ തക്കണം ഇവരെയാവുന്ന ഒരു അനുഭവത്തിലേക്ക് അവിടെ കാണുവാൻ തക്കണമായിരിക്കുന്നു. ബാല്യക്കാരൻ കണ്ടതാണ് അതിന് ചുറ്റും സൈന്യം നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. നമ്മൾ ഇനി എന്ത് ചെയ്യും? യജമാനെ ഇവിടുന്ന് കാണുവാൻ സാധിക്കുന്നത് എന്താണ്? അതിൽ ബാല്യക്കാരൻ യജമാനെ നാം എന്ത് ചെയ്യും? നമ്മൾ നോക്കുമ്പോൾ അതിന് അവർ പേടിക്കേണ്ട, നമ്മളോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാട്ടിലും അധികമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ യെരൂശലേമിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളെന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ഒരു പർവ്വതം പോലെ നമ്മളെ കരുതുന്ന ദൈവമാണ്. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആ ബാല്യക്കാരന് എന്താണ്? അവന്റെ കണ്ണ് തുറക്കാൻ തക്കണം ദൈവത്തിൽ എലീശ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ശക്തമായൊരു വിടുതൽ നമുക്ക് കാണാൻ തക്കണം സാധിക്കുന്നു. ആ ബാല്യക്കാരൻ കണ്ടത് എന്താണ്? ആ ചുറ്റും എന്താണ്? ദൈവത്തിന്റെ സൈന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് പ്രകാരമാണ് ഇവിടെ നമ്മുടെ പർവ്വതങ്ങളിൽ നമ്മളെ ചുറ്റി നിൽക്കുന്ന ദൈവത്തെ നമ്മൾ ഏത് പ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്? ആ പ്രത്യാശയോടെ ഞാനും നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു. അതിന്റെ 3-ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ചാൽ, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയും. ആമേൻ. ഇവിടെ നീതിമാന്മാരുടെ നീതികേടിലേക്കും കൈനീട്ടുന്ന ഒരു അനുഭവമാണ്. ഇവിടെ ദുഷ്ടന്മാരും ധിക്കാരവും ഭരണവും ഒക്കെ നമുക്ക് ദുഷ്ഭരണവും വർദ്ധിക്കുമ്പോൾ ദൈവജനം വഴിതെറ്റി അതിലേക്ക് തിരിയാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ എന്താണ്? ദുർഭരണം, എന്താ? ദുഷ്ടന്മാരുടെ ധിക്കാരവും ദുർഭരണത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുവാൻ തക്കണം. ഏത് പ്രകാരത്തിലാണ്? നീതിമാൻ നീതികളിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിലിരിക്കും. അപ്പോൾ ഏത് നീതിമാന്മാർ ഏത് പ്രകാരം ദുഷ്ടന്മാരുടെ ചെങ്കോലിലേക്ക് നമുക്ക് തിരിയുന്നൊരു അനുഭവമുണ്ടോ എന്ന് ചിന്തിക്കുവാൻ തക്കണം. അത് ജീവിതത്തിൽ നമുക്ക് മനുഷ്യരായി നമുക്കത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വരും. അപ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നൊരു അനുഭവമല്ല. ദൈവം തക്ക സമയത്ത് എന്ത് ചെയ്യണമെന്നും ദുഷ്ടന്മാരുടെ കയറ്റത്തെ തടയും. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ ചെയ്യുന്നു. അതെന്താണ്? ഈ സംഘത്തിൽ കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചതുപോലെ ആ വചനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്ക സാധിക്കുന്ന ഒരു അനുഭവമാണ് കാണാൻ സാധിക്കുന്നത്. ആ വചനത്തിൽ നോക്കുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് വായിക്കാം. ഒറ്റ വാക്യമേ ഉള്ളൂ. യെശയ്യാ 14:5. കർത്തർ ദുഷ്ടനെയും രണ്ടാമതായി
സ്തോത്രത്തെ നമ്മൾ വായിച്ചോട്ടെ. ഏത് പ്രകാരത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? യഹോവ ദുഷ്ടന്മാരുടെ വടിയെ പോലെ. അപ്പോൾ നമുക്ക് വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒളിച്ചു കളഞ്ഞു. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒളിച്ചു കളയുന്ന ദൈവമാണ്. അപ്പോൾ ഏത് പ്രകാരം അവർ ജീവിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ്? ആദ്യം മുൻപിൽ നമ്മൾ നിൽക്കുവാനല്ല ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ, നമ്മൾ ശക്തിയോടെ ദൈവത്തിൽ ആരാധിക്കുവാൻ, നമ്മൾ ആശ്രയം വെക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ തക്കണം ഇടയാകണം എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നത്. 4ഉം 5ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. യഹോവയെ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോട് പോകുമാറാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ. ഇവിടെ 4ാമത്തെ വാക്യം പറഞ്ഞു, യഹോവയെ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. അപ്പോൾ യഹോവ ഗുണവാന്മാർക്ക് നന്മ ചെയ്യുമെന്നും ഹൃദയ പരമാർത്ഥികൾ നന്മ ചെയ്യണമേ എന്ന് ഇവിടെ സങ്കീർത്തനക്കാരെ വിളിച്ചു പറയുന്നു. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവരാണ് ഇവർക്ക് നമുക്ക് കാണുവാൻ സാധിക്കുക. യഹോവയിൽ ആശ്രയിക്കുന്നവരാണ് ഗുണമുള്ളത്. അവിടെ എന്താണ്? ഗുണവാന്മാരാണ് ഹൃദയ പരമാർത്ഥികൾ. ഹൃദയത്തിൽ പരമാർത്ഥി നിർമ്മല ഹൃദയമുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാണ്. അവർ ദൈവത്തെ കാണുവാൻ തക്കണം. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ നാം ദൈവത്തെ കാണുവാൻ തക്കണം സാധിക്കുന്നു. അപ്പോൾ ഏത് പ്രകാരമാണ് ദൈവത്തിൽ നമ്മൾ ഏത് പ്രകാരം മുന്നോട്ട് പോകുന്നത് നമുക്ക് സാധിക്കുന്നൊരു അനുഭവം ഉണ്ടോ എങ്കിൽ നമുക്ക് യഹോവയിൽ എന്താണ് എന്നാൽ നമ്മൾ ചിന്തിക്കുവാൻ തക്കണം സാധിക്കും. യഹോവ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥിക്കും നന്മ ചെയ്യണമെന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നൊരു അനുഭവം നമ്മൾ യഹോവ അങ്ങനെ ചെയ്യത്തുള്ളൂ. എന്താണ്? ദുഷ്ടന്മേൽ അവർക്ക് നല്ലൊരു അനുഭവം കൊടുക്കുവാൻ തക്കണം ദൈവം ഒരിക്കലും ശ്രമിക്കത്തില്ല. ഏത് മേഖലയിലാണ് വചനം കേട്ട് പ്രവർത്തിക്കുന്നവരെയാണ് ദൈവം അത് നമ്മളെ സന്തോഷത്തോടെ ദൈവം സ്വീകരിക്കുവാൻ തക്കണം ഇടയാകുന്നത്. അങ്ങനെയുള്ളവരാണ് ദൈവം കരുതുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ 84-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴേ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഏത് ഹൃദയ പരമാർത്ഥമുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും ഒക്കെ നമുക്ക് Psalms 84 verse 11. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്താണ്? യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. അപ്പോൾ നേരോടെ നടക്കുന്നവർക്കാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്കാണ് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുമ്പോൾ അവൻ ഒരിക്കലും ഒരു നന്മയ്ക്കും മുടക്കം വരില്ല. എത്ര അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുവാൻ തക്കം സാധിച്ചിട്ടുണ്ട്. എത്ര സഹോദരന്മാരും സഹോദരിമാരും ഈ സഭയിൽ വന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് എനിക്കൊരു നന്മയ്ക്കും മുടക്കം വന്നിട്ടില്ല എന്ന്. ഇന്ന് ശക്തിയോടെ ദൈവത്തിൽ നിൽക്കുമ്പോൾ യഹോവ നമ്മളെ താങ്ങുന്ന ദൈവമാണ്. ആ ആശ്രയം ദൈവത്തിൽ കൂടുതലായി ഞാൻ സമർപ്പിക്കും, കൂടുതലായി ഞാൻ ആശ്രയിക്കും, കൂടുതലായി ഞാൻ മുന്നോട്ട് പോകും. അതുകൊണ്ട് എന്തായാലും തളരാതെ മുന്നോട്ട് പോകാൻ തക്കം സാധിക്കുന്ന ഒരു അനുഭവമാണ്. സൂര്യനും പരിചയമാകുന്ന ദൈവമാണോ? സൂര്യൻ എന്താണ്? ഉദിക്കുന്നു അസ്തമിക്കുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിന്റെ പ്രകാശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അസ്തമിക്കാത്ത പ്രകാശമാണ് നമുക്ക് ലഭിക്കാൻ തക്കം സാധിക്കുന്നത്. അപ്പോൾ യഹോവയിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നശിച്ചു പോകുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോട് നടക്കുന്നവർക്കാണ് അവൻ ഒരിക്കലും ഒരു നന്മയ്ക്കും മുടക്കം വരികയല്ല സാധിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ 60-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഒന്നുകൂടെ കാണാൻ സാധിക്കുന്നു. ആരാണ് നമുക്ക് പ്രകാശം തരുന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 60 ഇനി പകൽ നേരത്തെ നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്ന ചന്ദ്രനുമല്ല. യഹോവേ, നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും,
നിന്റെ ദുഃഖകാലം തീർന്നു. ആമേൻ ആമേൻ. നമ്മുടെ ദുഃഖകാലം തീർന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ശക്തിയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ആശ്രയം ദൈവത്തിൽ സമർപ്പിക്കുന്ന ഒരു അനുഭവമുള്ളവരായി തീരുമാനം. ആ പ്രത്യാശയോടെ നിൽക്കുന്ന ഒരു അനുഭവമുള്ളവരായി തീരുവാൻ തക്കണം സഹായിക്കുന്നു. നമ്മൾ ഏത് പ്രകാരം മുന്നോട്ട് പോകുന്നു, ആത്മാവിൽ ദരിദ്രമുള്ളവരാണ് ഭാഗ്യവന്മാരാണെന്ന് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നത്. നമ്മളെന്താണ്, സൂര്യനോട് ഉദിച്ചു കഴിഞ്ഞാൽ അസ്തമിക്കുന്നു. ഇവിടെ നമുക്ക് കേട്ടതുപോലെ ഇനി പകൽ നേരത്ത് നമുക്ക് എന്താണ്, നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നതും ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശം നൽകുന്നു. നിത്യപ്രകാശം നമുക്ക് നൽകുന്ന ദൈവത്തെ നമ്മൾ ഒരിക്കലും കൈവിടുമോ? ഇല്ല, ഒരിക്കലും കൈവിടാൻ സാധ്യതയില്ല, ഒരിക്കലും പാടില്ല. എന്താണ്, നമുക്ക് സകലം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു അനുഭവം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഒരിക്കലും നമ്മൾ കൈവിടുന്ന ഒരു അനുഭവമല്ല. നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല. നമ്മുടെ സൂര്യൻ ആരാണ്? ക്രിസ്തുവാണ്. നമ്മുടെ സൂര്യൻ ക്രിസ്തു ആണെന്ന് പറയുവാൻ തക്കണം നമ്മുടെ നാവിനെ ഒരുക്കണം. ആ പ്രത്യാശയോടെ നിൽക്കുന്നൊരു അനുഭവം. അപ്പോൾ നിന്റെ ചന്ദ്രൻ മാഞ്ഞു പോകുകയില്ല, യഹോവ നിന്നെ നിത്യം പ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോയി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ എന്താണ് ശക്തിയോടെ ആരാധിക്കുമ്പോൾ എന്തെക്കണം, നമ്മുടെ സഹായത്തിനായ ദൈവത്തെ മറന്ന് ജീവിക്കുവാനല്ല നമ്മുടെ സംഗീതം കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ നമുക്കത് ലഭിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രകാരം നമ്മൾ ജീവിക്കുവാൻ തക്കണം. നമ്മുടെ ഹൃദയ പരമാർത്ഥം നല്ല ശുദ്ധിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൽ ആരാധിക്കുന്ന അനുഭവമുള്ളവരായി തീരുവാൻ തക്കണം സാധിക്കണം. അതിനാൽ സംഗീതക്കാരനെ വിളിച്ചിരുന്ന 5-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്ടപ്രവൃത്തിക്കാരോട് പോകുമാറാകട്ടെ, ഇസ്രായേൽ സമാധാനം വരുമാറാകട്ടെ. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ, അതാരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്ക് നേരായ വഴിയിലേക്ക് നമ്മൾ പോകുന്നില്ല എങ്കിൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ ഇവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നത്. 2 പേരെ നമുക്ക് കാണുവാൻ തക്കണം. ഹൃദയ പരമാർത്ഥികളും ഉണ്ട്, വളഞ്ഞ വഴിയിലേക്ക് നടക്കുന്നവരുമുണ്ട്. എല്ലാ കാലത്തും ഈ 2 പേരെ കാണുവാൻ തക്കണം സാധിക്കും. അപ്പോൾ ഈ 2 പേരും ഏത് സമയത്തും ആരൊക്കെ ജനിക്കുമ്പോഴാണെങ്കിലും നമ്മൾ മനുഷ്യൻ പോകുന്ന ഇടങ്ങളിലെല്ലാം 2 ഈ വഴിയിൽ സഞ്ചരിക്കുന്നവരെയൊക്കെ കാണാൻ സാധിക്കും. നമ്മുടെ കൺമുമ്പിലുണ്ട്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കുന്നുണ്ടോ ഇത് നമുക്കറിയാൻ താങ്ങുന്നത്. ഹൃദയ പരമാർത്ഥികളുണ്ട്, വളഞ്ഞ വഴി നടക്കുന്നവരുണ്ട്. പെട്ടെന്ന് അവരുടെ കാര്യം സാധിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. പക്ഷെ ഇതല്ല നമുക്ക് വേണ്ടത്. ആ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ തക്കണം കഴിയുന്ന വഴിഞ്ഞ വഴിയിൽ തിരിയുന്നവരല്ല, ദുഷ്പ്രവൃത്തിക്കാരുടെ നരകത്തിലേക്ക് പോകാനല്ല, പാപത്തിന്റെ വഴിയിലും വഞ്ചന വഴിയിലും ജീവിക്കുവാനല്ല, വിശുദ്ധ വഴിയിൽ തന്നെ, ദൈവത്തിന്റെ വഴിയിൽ തന്നെ നമ്മൾ നിഷ്കളമായി നടക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വഴിയിൽ തന്നെ നമ്മൾ നിഷ്കളങ്കനായി നടക്കുമ്പോൾ അവിടെ രക്ഷ പ്രാപിപ്പാൻ തക്കണം നമ്മൾ ആയിരിക്കുന്നത്. നടപ്പിൽ വക്രതയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് വീഴുവാൻ തക്കണം സാധിക്കുന്നു. നടപ്പിൽ വക്രതയുള്ളത്, മോശമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമായി പ്രവർത്തിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് വീഴുവാൻ തക്കണം സാധിക്കുന്നു. അവരുടെ ലക്ഷ്യം എന്താണ്? രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, എനിക്കത് നേടാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ആ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? വീഴുവാൻ തക്കണം സാധിക്കുന്നു. എന്നാൽ യഹോവയിൽ ആശ്രയി നടപ്പിൽ വക്രതയില്ലാത്തൊരവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ദൈവം എന്നെ എന്ത് ചെയ്തു? വഴി നടത്തുന്നു, എന്നെ പരിപാലിക്കുന്നു ചിന്തിപ്പാൻ തക്കണം സാധിക്കുന്നു. സദൃശവാക്യത്തിലേക്ക് പോകും. 28-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 18-ാം വാക്യം കൂടെ വായിക്കാം. 28:18. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആമേൻ. നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. ആമേൻ. സ്തോത്രം. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മളതാണ് ആഗ്രഹം. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന അങ്ങനെ നമ്മൾ ഓരോ വ്യക്തിയും നിഷ്കളങ്കനായി നടക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് സാധിക്കുന്നവരാണ്. നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ ലാസ്റ്റ് പറഞ്ഞ വാക്യമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നടപ്പിൽ വക്രതയുള്ളവൻ പെട്ടെന്ന് വീഴാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കത്തില്ല. എന്ത് ചെയ്യുന്നു? നിഷ്കളനായി നടക്കുവാൻ രക്ഷിക്കപ്പെടും. ആ നടക്കുന്ന വഴിയിൽ തന്നെ നമുക്ക് സാധിക്കുന്നു. അതേ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 28-ാമത്.
തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ ആമേൻ. പരമാർത്ഥയിൽ നടക്കുന്ന ദരിദ്രന് ഉത്തമം. ആമേൻ. സ്തോത്രം. എങ്ങനെയാണ് നമ്മൾ കേട്ടതുപോലെ തന്റെ വഴിയിൽ വക്രനായി നടക്കുന്ന ധനവനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. അപ്പോൾ നമുക്ക് കേട്ടതുപോലെ ദൈവസ്ഥലിൽ എന്താണ് നമ്മൾ വിശ്വസ്തയോട് നിൽക്കുവാൻ തക്കണം. നമ്മളെ വീഴുന്നൊരു അനുഭവമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നമ്മൾ നിഷ്കളങ്കനായി നടക്കുന്ന ജീവിതത്തിൽ യഹോവയിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്ന ആ സിയോൻ പർവ്വതം നമുക്ക് ചുറ്റും നിൽക്കണം. നമ്മുടെ ദൈവമാണ്. ആ ദൈവം നമുക്കൊരു കോട്ടയായിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ്? എന്ന് നിത്യപ്രകാശം നമുക്ക് നൽകുന്ന ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് എന്താണ് സാധിക്കരുത്. ആരും അതിനു വേണ്ടി മുറിയരുത്. ദൈവത്തെ നിന്ന് മഹത്വപ്പെടുത്തി മുന്നോട്ട് ജീവിപ്പാൻ തക്കണം സാധിക്കണം. ആ പ്രത്യാശയിൽ മുന്നോട്ട് പോകാൻ, പ്രത്യാശയിൽ ജീവിക്കുന്നൊരു അനുഭവമായി തീരുവാൻ തക്കണം. ഇത്രത്തോളം ദൈവവിന്റെ സങ്കീർത്തനമായി നിൽപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. തെറ്റുകുറ്റങ്ങൾ കൊണ്ട്